റോഡ് സഞ്ചാരയോഗ്യമല്ലാതായതോടെ വീട് മാറി താമസിക്കാൻ ഒരുങ്ങുകയാണ് ഗർഭിണിയായ യുവതി. തൃശൂർ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിലെ കരിക്ക റോഡാണ് പൂർണ്ണമായും തകർന്നത്. നിരവധി കുടുംബങ്ങളാണ് റോഡ് തകർന്നതിനെ തുടർന്ന് ദുരിതത്തിലായിരിക്കുന്നത്. എന്താണ് അവിടുത്തെ സാഹചര്യമെന്ന് വിശദമായി പരിശോധിക്കാം. തൃശൂരിൽ നിന്ന് സൂരജ് സജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. ഒരു റോഡ് തകർന്നാൽ പല വിധത്തിലാണ് ആളുകളെ ബാധിക്കുക. പ്രത്യേകിച്ച് ഗർഭിണിയായ സ്ത്രീകളുടെ കാര്യമാണെങ്കിൽ പറഞ്ഞറിയിക്കുകയേ വേണ്ട. ഞാനിപ്പോൾ ഉള്ളത് ദേശമംഗലം പഞ്ചായത്തിലെ തലശ്ശേരിയിലെ കരിക്ക എന്ന് പറയുന്ന റോഡിലാണ്. ഈ റോഡ് പൂർണ്ണമായും തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുന്നു. ഇതോടുകൂടി വീട് വിട്ട് മാറി താമസിക്കാനുള്ള ഒരുക്കത്തിലാണ് 9 മാസം ഗർഭിണിയായ യുവതി. സുലേഖ കമറുദ്ദീൻ ദമ്പതികളുടെ മകളാണ് ഇപ്പോൾ ഇവിടെ നിന്ന് മാറി താമസിക്കാൻ തീരുമാനിച്ചത്. ഏതൊരു സാഹചര്യത്തിൽ ഇങ്ങനെ മാറി താമസിക്കാനുള്ള തീരുമാനം എടുത്തു? ഇപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് പോകാൻ ഇതില്ല, വണ്ടി വരില്ല. ഡോക്ടറെ അടുത്ത് പോകാൻ ബുദ്ധിമുട്ടാണ്. ഇനി പെട്ടെന്ന് വല്ല ആസ്പത്രിയിലേക്ക് പോകേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ വണ്ടി വരില്ലല്ലോ. അതുകൊണ്ട് മാറി താമസിക്കാൻ തീരുമാനിച്ച്. ഈ റോഡിൻ്റെ അവസ്ഥ എന്താ ഇവിടെ? റോഡ് കുറേ കാലമായിട്ട് ഞങ്ങൾ എല്ലാവരോടും പറയണു, പക്ഷെ ആരും അതിനെ ഉൾക്കൊള്ളുന്നില്ല. ലാസ്റ്റ് ഇപ്പോൾ നമ്മളുടെ മോളുടെ ആവശ്യം വന്ന അവരും കൂടി പറഞ്ഞാണ്, മുസ്താദൊക്കെ പറഞ്ഞു. അപ്പോൾ ഒന്നും പറയണില്ല. എല്ലാവരും എന്തൊരു മാറി. അവരെന്തായാലും എൻ്റെ മോളെ എൻ്റെ ഭർത്താവിൻ്റെ മോളെ ഭർത്താവിൻ്റെ വീട്ടിൽ പറഞ്ഞേക്കായിട്ടാണ്. കാരണം അവരാകുമ്പോൾ അവർക്കൊരു വിഷമം. ഇതിങ്ങനെ ആകുമ്പോൾ അവർ വരാതെ ഇങ്ങോട്ട് വരും. അവരോട് വരുന്നില്ല. കാരണം വണ്ടി വിളിച്ച് വണ്ടികൾ വരുന്നില്ല. ഒരു വണ്ടി വിളിച്ചാൽ വരുന്നില്ല. ഒരു ഓട്ടോറിക്ഷ പോലും വരുന്നില്ല. ബൈക്ക് കഷ്ടിച്ചിങ്ങനെ പോരും. അതോടത്തെ അവസ്ഥ. ഇത് ഒന്നൊന്നിലും തുടങ്ങിയൊന്നല്ല. കാലങ്ങളോളം റോഡുകൾ മോശമായി കൊടുക്കണം. പലരോടും പറഞ്ഞു, പക്ഷെ ആരും അതിന് എന്താ അതിന് പറയാം. അത്രയും ഒരു ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ കാര്യം. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് റോഡ് ടാർ ചെയ്യുന്നതിനുള്ള നടപടിയുമായി പഞ്ചായത്ത് മുന്നോട്ട് പോയതാണ്. അതിൻ്റെ എസ്റ്റിമേറ്റ് അടക്കം തയ്യാറാക്കാനുള്ള നടപടികളിലേക്ക് പോയി എന്നുള്ളതാണ് വാർഡ് മെമ്പർ വിശദീകരിക്കുന്നത്. പക്ഷെ അത് നടപ്പാകാതെ പോയി. അത് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ഫണ്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അല്ലേ? അതെ, കഴിഞ്ഞ വർഷത്തെ ഫണ്ടിൽ ഉൾപ്പെടുത്തിയ റോഡുകളാണ് കരിക്ക റോഡ്, ഓടുപാറക്കുന്ന് റോഡ്, മറ്റേ ചേക്കാവുംപടി കുളമ്പിൽ റോഡ്, അങ്ങനെ 3-4 റോഡുകൾ. ഇവിടെ ഈ ജൽജീവൻ മിഷൻ്റെ വർക്ക് 3 വർഷത്തോളം ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിടത്ത് നിങ്ങളുടെ റോഡുകളെല്ലാം പൊട്ടിപ്പോളുന്ന രീതിയിലാണ്. ഇവിടുന്ന് നിരന്തരം ആളുകൾ എന്നെ വിളിക്കും. ഒരു വണ്ടി പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ അവരുടെ മുന്നിൽ നിസ്സഹായാവസ്ഥയിലാണ് നിൽക്കുന്നത്. നമ്മൾ പഞ്ചായത്തിൽ പോയിട്ട് ഇതിനെതിരെ പല സമരങ്ങളും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാലും പ്രതിപക്ഷ മെമ്പർമാരോടുള്ളൊരു അവഗണനയാണ് കൂടുതലായിട്ടും അവിടെ കാണിക്കുന്നത്. എന്തായാലും സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിച്ചുരുക്കുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് ഈ സാധാരണ മനുഷ്യരാണ്. അവരുടെ വഴി നടക്കാനുള്ള അവകാശമാണ് ഇവിടെ നിഷേധിക്കപ്പെടുന്നത്. സൂരജ് സജി, 24.